നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പ്രതീഷ്. പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സ് ചില പ്രശ്നങ്ങൾ, പ്രതിഫലം. അപ്പോൾ അതിനെക്കുറിച്ചാവട്ടെ. അപ്പോൾ ഇത് എന്നെ ഭീകരമായി അലട്ടുന്ന ഒരു വിഷയമൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് സുപ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. ആ കാരണം എന്താണെന്ന് അവസാനം പറയാം. ആദ്യം ഈ ഇഷ്യൂ എന്താണ് എന്ന് നമുക്ക് ക്വിക്ക്ലി ഒന്ന് നോക്കാം. അതായത് ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു, താരങ്ങളുടെ പ്രതിഫലം ഭീമമാണ്, ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ യൂട്യൂബിലൊക്കെ ആളുകൾ താരരാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് പൊട്ടിത്തെറിക്കുവാണ്. കാരണം അവരുടെ താരരാജാക്കന്മാരാണല്ലോ. ഞാനും അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്രീലാൻസറായ ഒരാൾ എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ അവരുടെ പ്രതിഫലം അവർ കാലാകാലങ്ങളിൽ ഏൺ ചെയ്തതാണ്. ആരും ഒന്നും കാണാതെ ആർക്കും ഒന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ ഒരാളെ വിളിച്ച് നിങ്ങൾ ഇത്ര പ്രതിഫലം വാങ്ങാൻ പാടില്ല, ഇത്രേ വാങ്ങാൻ പറ്റൂ എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. അത് അവരുടെ മൗലികമായ അവകാശമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അതാണ്. തീർച്ചയായും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ വെച്ച് പടമെടുക്കും. വളരെ ലോജിക്കായ ഒരു കാര്യം. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു രണ്ടോ മൂന്നോ പേരെ സൂപ്പർ താരങ്ങളായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്നു. അതിനെ റിവോൾവ് ചെയ്താണ് ഈ ഇൻഡസ്ട്രി തന്നെ ഓടുന്നത്. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുവാണ്, പുലിമുരുകൻ പോലൊരു പടം എടുക്കുമ്പോൾ അത് സൂപ്പർ താരങ്ങളെ വെച്ച് തന്നെ എടുക്കണം. മമ്മൂട്ടി, മോഹൻലാലിനെയൊക്കെ വെച്ച് തന്നെ എടുക്കണം. അതിപ്പോൾ പിഷാരടിയെയോ സുരാജ് വെഞ്ഞാറമ്മൂടിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും ഹിറ്റാവുമോ? അവർക്കെന്താ കഴിവ് കുറവായിട്ടാണോ? ഒരിക്കലുമല്ല. അല്ലെങ്കിൽ ജാക്കി ചാനെ, വിൽ സ്മിത്തിനെ കൊണ്ടുവന്നാൽ അത്രയും ഹിറ്റാവുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആളുകളുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ വേണ്ടെങ്കിൽ ഇവരെ വെച്ച് സിനിമ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അത്രയും ലോജിക്കാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ ലോജിക്ക് എന്ന് വെച്ചാൽ ഈ താരങ്ങൾ പറയണം, അവരുടെ ഒരു അന്നമാണ്. എന്നിരുന്നാലും വന്ന് പറയുന്നത് നിങ്ങൾ പടം എടുക്കണ്ട, ഒരു പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കണം, നഷ്ടം വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ പരിഹസിക്കുന്നതിനേക്കാൾ സൂപ്പർ കാർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ പടം എടുക്കണ്ട. ഞാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ ശക്തമായ ഒരു വാദമുഖം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പടം എടുക്കണ്ട എന്ന് മറ്റുള്ള ഒരു പ്രൊഡ്യൂസേഴ്സിനോട് പറയൂ. നിങ്ങൾ അങ്ങനെ പറയൂ. അതായത് ഇപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പ്രത്യാശയും സമാധാനമൊക്കെ ആളുകൾക്ക് തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഇവരുടെ അന്നമാണ്. എന്നിരുന്നാൽ നിങ്ങൾ ധൈര്യപൂർവ്വം പറയൂ, വേണ്ടാത്തവൻ പടം എടുക്കണ്ട എന്ന് പറയും. സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 8 പടം പൊളിഞ്ഞാൽ ഒരാളുടെ ഒരു 9ാമത്തെ പടം വിജയിച്ചാൽ ആ നായകൻ രക്ഷപ്പെടും. ഈ പ്രൊഡ്യൂസേഴ്സിന് എന്താ സംഭവിക്കുന്നത്? അവരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നു, ഭ്രാന്തായി പോകുന്നു. അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ കാലാകാലങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പ്രതിഫലം ഭീമമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി ഇന്നലെ ഉണ്ടായതല്ലോ. ഇത്രയും കാലം ഇങ്ങനത്തെ ആവശ്യം കൊണ്ട് ആരും വന്നില്ലല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പരിഹസിക്കരുത്. അതിനെ അനുഭാവപൂർവ്വം കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എല്ലാവരുടെയും കൂടെ ഒരു ഇൻഡസ്ട്രിയാണ്. അല്ലാതെ നമ്മൾ എല്ലാവരും കൂടി ഇത് എന്താണ് ഈ ഇൻഡസ്ട്രിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് പരിഹാസം മാറ്റി വെച്ചിട്ട് കേൾക്കണം. അത്രയും ഞാൻ പറയുന്നത്. ആരുടെയും മൗലിക അവകാശങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് വന്ന അഭിപ്രായം പറഞ്ഞ് 2 റീസൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറയാം. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പ്രഭാസിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ 120 കോടിയാണ്. ഇവിടെ 120 രൂപ ഉണ്ടെങ്കിൽ ഒരു ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർ ഇരിക്കുമ്പോഴാണ് 120 കോടി. അസൂയ എങ്ങനെ സഹിക്കും എന്നെ പോലുള്ളവർ? 1. 2, നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ പോലുള്ള എളിമയുള്ളവർ പ്രതിഫലമൊന്നും വേണ്ടാന്നുള്ളവർ പറയുകയാണ്, ചേട്ടാ ഒരു റോള് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും മതി എന്ന് പറഞ്ഞാൽ ഇവരെന്ത് പറയുമെന്ന് അറിയാമോ? ഇറങ്ങി പോടാന്ന് പറയും. അത് നിങ്ങൾക്ക് ഇത് തന്നെ വേണം. എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ താരങ്ങളടുത്ത് പോയി പ്രതിഫലം കുറയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇറങ്ങി പോടാന്ന്.